ഈശ്വരന്റെ ചൈതന്യം കുടികൊള്ളുന്നു. ആ ഈശ്വരന്റെ ചൈതന്യം നമ്മളിൽ എല്ലാവരും കുടികൊള്ളുമ്പോൾ അത് ജനിച്ച ആരുടെ മകളായിട്ടും മകനായിട്ടും ജനിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഉയർന്നതും മറ്റൊരാൾ താഴ്ന്നതും എന്ന് കണക്കാക്കാൻ സാധ്യമല്ല എന്നുള്ളത് ആധുനിക കാലത്തെ കണ്ടെത്തലല്ല. നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായിട്ട് ഭാരതീയ സംസ്കാരം ആ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ പലരും നെറ്റിച്ചുടിച്ച ആൾക്കാരുണ്ടായിരുന്നു. ആ കാലം ഗുരുദേവൻ പറഞ്ഞു, ഞാൻ എന്റെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അപ്പൊ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിച്ച് കാണാനാവില്ല. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തിയിലും എല്ലാ വ്യക്തിത്വങ്ങളിലും എല്ലാറ്റിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരന്റെ ചൈതന്യമാണ്. അത് മനുഷ്യരിൽ മാത്രമല്ല, ചരാചരങ്ങളിൽ മുഴുവൻ, പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ കുടികൊള്ളുന്നത് ആ ചൈതന്യമാണ് എന്ന് വിശ്വസിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇടക്കാലത്ത് ധാരാളം ജീർണതകൾ ഉണ്ടായി. മനുഷ്യനെ വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ജനനത്തിന്റെ പേരിൽ, അതിന്റെ പേരിലൊക്കെ മാറ്റി നിർത്തുന്ന, അതിന്റെ പേരിൽ ഭേദഭാവം കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ആ സാഹചര്യം ഒരു അബദ്ധ സഞ്ചാരമാണ്, അത് തെറ്റായിട്ടുള്ള ഒരു പോക്കാണ്, അത് വഴിതെറ്റിയുള്ള പോക്കാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നേരായ പാതയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ച മഹാത്മാക്കളായിട്ടുള്ള നിരവധി ആളുകൾ ചെയ്തത്. അവർ പല മാർഗങ്ങൾ അവലംബിച്ചു. ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയിട്ടാണ് അത് ചെയ്തതെങ്കിൽ മഹാത്മാ അയ്യങ്കാളി ആ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ അധസ്ഥിത വിഭാഗങ്ങൾ എന്ന് കരുതപ്പെട്ടിരുന്ന സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് നിഷിദ്ധമായിട്ട് കണക്കാക്കിയിരുന്ന പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാരം, വെള്ളവസ്ത്രം ധരിക്കാനുള്ള അനുവാദമില്ലാത്ത സാഹചര്യത്തിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട്, കഴുത്തിൽ ഒരു മാലയും ഇട്ടുകൊണ്ട്, തലയിൽ തലപ്പാവുമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് താനും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചു. ഇത് ഭാരതീയ ചരിത്രത്തിൽ നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സമീപനം, ആ സമീപനമാണ് മഹാത്മാ അയ്യങ്കാളിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഗുരുദേവൻ മിക്കവാറും ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മനുഷ്യന്റെ തുല്യത പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊണ്ടിരുന്നു. പക്ഷേ മഹാത്മാ അയ്യങ്കാളി ആ കാലത്ത് അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണെങ്കിലും, തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും, കാർഷിക മേഖലയിലുള്ള പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും, ഇങ്ങനെയുള്ള ആധുനിക കാലഘട്ടത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പല പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം, ഈ കാലഘട്ടം മഹാത്മാ അയ്യങ്കാളിയുടെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കുറെ മുന്നോട്ട് പോയി. 1893 മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് 100-130 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഭരണഘടന ഉറപ്പു നൽകുന്ന സാഹചര്യങ്ങൾ
അത് ഭരണഘടനയുടെ പുസ്തകത്തിലും പ്രഖ്യാപനങ്ങളിലും മാത്രമായിട്ട് ദീർഘകാലം അങ്ങനെ തന്നെ നിലനിന്നു. അതിലൊരു മാറ്റമുണ്ടായത്, പല കാര്യങ്ങളിലും മാറ്റമുണ്ടായത് 2014 ശ്രീ നരേന്ദ്രമോദി ഭരണത്തിലേറിയതിനു ശേഷമാണ്. 2014 അദ്ദേഹം ഭരണത്തിലേറിയപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം, ഈ രാജ്യത്ത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവുക. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള സമൂഹങ്ങളിൽ പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ബാങ്കിന്റെ വരാന്തയിൽ പോലും കയറി നിൽക്കാനുള്ള സാഹചര്യമില്ലാത്ത ഒരു സ്ഥിതി, ആ സ്ഥിതി ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 70 വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഏതാണ്ട് 60 കോടി ബാങ്ക് അക്കൗണ്ടുകളാണ് ഈ നാട്ടിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തപ്പോ, ആ തീരുമാനം പ്രാവർത്തികമാക്കിയപ്പോൾ ഏതാണ്ട് 60 കോടി ആളുകളാണ് പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 60 ഈ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായിട്ടുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തിക മേഖലയിലെ പൊതുനിരത്താണ് ബാങ്ക് അക്കൗണ്ട്. സാമ്പത്തിക മേഖലയിൽ തനിക്ക് ബാങ്കിൽ പോവുക, അക്കൗണ്ടിൽ പണം സൂക്ഷിക്കുക, ആവശ്യമുള്ളപ്പോൾ പിൻവലിക്കുക, തനിക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് തന്റെ തന്നെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെ നിഷിദ്ധമായിട്ടുള്ള, ഇതൊന്നും പ്രാവർത്തികമായിട്ടില്ലാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യമാണ് 2014 വരെ ഈ രാജ്യത്ത് നിലനിന്നിരുന്നത്. നരേന്ദ്രമോദി വന്നപ്പോ ആധുനിക കാലഘട്ടത്തിലെ വില്ലുവണ്ടി യാത്ര, ആ വില്ലുവണ്ടി യാത്രയാണ് ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കി. ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടിരുന്നില്ല, പക്ഷെ പ്രാവർത്തികമായിരുന്നില്ല. എല്ലാവരും ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ആരുടെയെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നല്ലാതെ എന്റേതായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാവുക, അങ്ങനൊരു സ്ഥിതി സ്വാതന്ത്ര്യം കിട്ടി 70 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുദ്രാ വായ്പകൾ ഈ നാട്ടിൽ എല്ലാവർക്കും, കാരണം എന്താ വ്യത്യാസം മറ്റുള്ളവരും നമ്മുടെ പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഈട് വെക്കാൻ ഭൂമിയില്ലാത്തവർ, സാധാരണ വായ്പ എടുക്കണമെങ്കിൽ ബാങ്കിൽ ഈട് വെക്കണം. ഈട് വെക്കാൻ സ്വന്തമായിട്ടൊന്നുമില്ലാത്തവർക്കും വായ്പ കിട്ടുന്ന ഒരു സാഹചര്യം, അതാണ് മുദ്രാ വായ്പ മറ്റ് വായ്പകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥിതി. അങ്ങനെയുള്ള വായ്പ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ലോകത്തെല്ലായിടത്തും 2014 വരെ ഉണ്ടായിരുന്ന സാഹചര്യം. ബാങ്കിൽ പണം നിക്ഷേപിക്കാതെ അക്കൗണ്ട് തുടങ്ങാം, സീറോ ബാലൻസ് അക്കൗണ്ട്. ബാങ്കിൽ നിന്ന് നമുക്ക് മുഴുവൻ പണം പിൻവലിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബാങ്കിന്റെ നിയമം. നമുക്ക് ജൻധൻ അക്കൗണ്ടിൽ എനിക്ക് 500 രൂപ കിട്ടി, അത് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 500 രൂപയും എനിക്ക് പിൻവലിക്കാം, ബാക്കി അവിടെ വെക്കേണ്ട ആവശ്യം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നിരവധി മഹാത്മാക്കൾ ഈ നാട്ടിൽ സാമൂഹ്യ സമത്വം സൃഷ്ടിക്കാൻ വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി ആളുകൾ. നമ്മുടെ നാടിന്റെ പ്രത്യേകത ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും ഭേദഭാവത്തോടുകൂടി കാണേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന
ഒരു പാരമ്പര്യത്തിൽപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാം. കാലടിയിൽ ജനിച്ച ആദിശങ്കരന്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ എതിർവശത്തു നിന്ന് വന്ന അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന ഒരാളോട് മാറിപ്പോ എന്ന് പറഞ്ഞപ്പോ ശങ്കരാചാര്യരോട് തിരിച്ചു ചോദിച്ചു എന്നാണ് പറയുന്നത്, ആരാണ് മാറേണ്ടത്, ഈ ശരീരമാണോ അതോ ഈ ശരീരത്തിനുള്ളിലുള്ള ആത്മാവാണോ? ശങ്കരാചാര്യർ ഉൾപ്പെടെ ആ കാലത്തുള്ള ജാതി വ്യവസ്ഥയും അതിന്റെ പേരിലുള്ള തൊട്ടുകൂടായ്മയും തീടിക്കൂടായ്മയും അതിന്റെ അർത്ഥശൂന്യത സമൂഹത്തിന് ബോധ്യമാകാൻ വേണ്ടിയിട്ടുള്ള കഥയായിട്ട് സാധാരണ ഇത് പറയാറ്. കാരണം നമ്മളെല്ലാവരും ജനിക്കുന്നത് മനുഷ്യരായിട്ടാണ്. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന തുക പോലും അത് ആർക്ക് വേണ്ടിയാണോ അത് പ്രഖ്യാപിച്ചത് അവർക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കാൻ ആക്കാത്ത സാഹചര്യം, പിന്നീട് വെട്ടിക്കുറക്കുന്ന സാഹചര്യം, ആ സാഹചര്യം അടക്കം കഴിഞ്ഞ 10 കൊല്ലക്കാലം ഭരിച്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അധസ്ഥിതർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അധ്വാനിക്കുന്നവർക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഭരണത്തിൽ പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിലെ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ പങ്കാളികളാകാൻ സർക്കാർ മാറി. പക്ഷേ സർക്കാർ മാറിയോണ്ട് നയം പൂർണ്ണമായിട്ടും മാറിയോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ അതിന്റെ പ്രയോജനം നമുക്കെല്ലാവർക്കും ലഭിക്കുമ്പോൾ മാത്രമേ നമുക്കതിന്റെ നയത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയൂ. ഭാരതീയ ജനതാ പാർട്ടിയും പട്ടികജാതി മോർച്ചയും ഈ നാട്ടിൽ എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്താൻ, എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ, അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും പട്ടികജാതി മോർച്ചയുടെയും ലക്ഷ്യം. അതാണ് മുദ്രാവാക്യം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടും ഒപ്പം എല്ലാവരുടെയും വികസനം. സർക്കാരിന്റെ നിലപാട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളോടൊപ്പമാണ് സർക്കാരിന്റെ താല്പര്യം ഏറ്റവും കൂടുതലായിട്ട് സർക്കാർ താല്പര്യമെടുത്ത് നിൽക്കേണ്ടത് എന്നുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള സർക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ. അതേസമയത്ത് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഈ അവകാശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ നമ്മൾ ഇനിയും സജീവമായിട്ട് പങ്കാളികളാകേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി, നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നു. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ ഇപ്പോഴും നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് അർഹമായിട്ടുള്ള, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ക്ഷേമ പദ്ധതികൾ ആരുടെയും ഔദാര്യമല്ല. പണ്ട് കാലത്ത് അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വീട് തരുന്നു എന്ന് പറഞ്ഞാൽ ഞാനെന്തൊരു വലിയ ഔദാര്യം കാണിക്കുന്നുണ്ട്. ഈ സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ സർക്കാരിന്റെ ഔദാര്യമല്ല, ഭരിക്കുന്നവരുടെ ഔദാര്യമല്ല. പകരം ഈ നാട്ടിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടന, ആ ഭരണഘടനയുടെ വ്യവസ്ഥകൾ പ്രാവർത്തികമാക്കലാണ്. അതുകൊണ്ട് ഇത് ശാക്തീകരണത്തിന്റെ അവകാശം, ആ ശാക്തീകരണത്തിനുള്ള അവകാശത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ശാക്തീകരണത്തിന്റെ അവകാശമാണ് ഈ ക്ഷേമ പദ്ധതികളിലൂടെ നടപ്പിലാകുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ക്ഷേമ പദ്ധതികൾ ആരുടെയെങ്കിലും ഔദാര്യമാണ് എന്നുള്ള ധാരണയിൽ നിന്ന് മാറി ഇത് ഈ നാട്ടിലെ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്കെല്ലാവർക്കും ലഭ്യമാകുന്ന ഈ അവകാശങ്ങൾ, ഈ ലഭ്യമാകുന്ന ഈ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കെല്ലാവർക്കും തുല്യ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും അത് നടപ്പിലാക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്താൻ പോകുന്നത്. ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MLA എന്നുള്ള നിലയിൽ എല്ലാ
നമ്മുടെ ഉന്നതികളിലും നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സഹോദരന്മാരുടെ വാസസ്ഥലങ്ങളിലും ആ സ്ഥലങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക മുൻഗണനയോടുകൂടി നടപ്പിലാക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്കെല്ലാവർക്കും മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഉയർത്തിപ്പിടിച്ച ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ദൃഢപ്രതിജ്ഞയെടുക്കാനുള്ള ദിവസമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും